സീഡ് പാർട്ണർ ആവുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? .io എന്നൊരു ഡൊമൈനിൽ നമ്മുടെ PVC മെറ്റയെ 500 PVC മെറ്റയാണ് നമുക്ക് ഈ സീഡ് പാർട്ണർ ആവുന്നതിന് വേണ്ടി ആവശ്യമെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്നു. 100 PVC മെറ്റയിലധികം നമ്മുടെ വാലറ്റിൽ ഉണ്ടെങ്കിലാണ് നമുക്കിത് ഓപ്പൺ അപ്പ് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. ഇത് എന്തിനൊക്കെ ആയിരിക്കും ഈ ഇത്തരത്തിലൊരു ക്രൈറ്റീരിയ സിസ്റ്റം കൊണ്ടുവന്നത് നോക്കിയാൽ, സിസ്റ്റത്തിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടാണ് എല്ലാ ജനങ്ങളും വരുന്നത്. ഇതിന്റെ ലീഡർമാരോ സ്പോൺസർമാരോ വലിയ റാങ്ക് ഹോൾഡേഴ്സോ ഒന്നും ഇതിനകത്തില്ല. ഇതിൽ നമ്മുടെ ടീമിനെ ശരിയായി ഗൈഡ് ചെയ്യുന്ന അശോകൻ സാറും ഈ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും ഇതിന്റെ ഒരു പാർട്ട്ണർ എന്ന് മാത്രമാണ് സിസ്റ്റത്തിന്റെ മുന്നിലുള്ളത്. ആരും ഇവിടെ നേതാക്കളില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് മുന്നനുഭവമുള്ളവരും ശരിയായി അവകാശമുള്ളവരും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നവരും നമ്മുടെ കൂടെയുള്ളവർക്ക് അറിവ് പകർന്നു തന്നു കൊണ്ടുപോകുന്നു എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കി അതുപോലെ ആക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെയും ആവശ്യമില്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. ഇതിന് നമ്മളുടെ ഭാഗ്യം എന്ന് പറയാൻ എക്സ്പീരിയൻസ്ഡ് ആയ നല്ല ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ സീഡ് പാർട്ട്ണർഷിപ്പ്, ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്ന 2 പ്രോസസ്സിൽ സീഡ് പാർട്ട്ണർഷിപ്പിലേക്ക് വരാം. ഈ സീഡ് പാർട്ട്ണർ ആയാൽ നമുക്ക് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള അപ്കമിങ് പ്രോജക്റ്റുകളിലെല്ലാം ലാഭവിഹിതം കിട്ടുന്നതിന് ഒരു യോഗ്യതയാണ് നമ്മൾ സീഡ് പാർട്ട്ണർ എന്ന പ്രോസസ്സിലൂടെ നേടിയെടുക്കുന്നത്. നമുക്കറിയാം, ഇവിടെ എന്തിന്റെങ്കിലും ഒരു ഷെയർ എടുക്കാൻ അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പോയാൽ ഒരു ഉപ്പിന്റെ വിതരണ അവകാശത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നന്നായി അറിയാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ അപ്കമിങ് 6 പ്രോജക്റ്റുകളിലും അപ്കമിങ് പ്രോജക്റ്റുകളിൽ എല്ലാത്തിലും ലാഭവിഹിതത്തിന് അർഹതയുള്ള ഒരു വ്യക്തിയായി നമ്മൾ സീഡ് പാർട്ട്ണറായി വരും. നെക്സ്റ്റ്, ടോക്കൺ ഫാമിംഗ് എന്നൊരു പ്രോസസ്സ്. ഈ ടോക്കൺ ഫാമിംഗ് എന്ന പ്രോസസ്സും നമ്മൾ എന്ത് ചെയ്യുന്നു? tokenfarming.io എന്നൊരു ഡൊമൈനിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വാലറ്റ് ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പൊ ട്രസ്റ്റ് വാലറ്റ് ആണ് അധികം പേര്, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് വാലറ്റുകളുടെ അതിലാണ് ഈ കറൻസികളൊക്കെ യൂസ് ചെയ്ത് സൂക്ഷിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ടോക്കൺ ഫാമിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് USDT ആണ്. ഫാമിംഗ് USDT എന്ന് പറയും. എന്താണ് ഈ USDTയും ഫാമിംഗ് USDTയും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾക്കറിയാം, നമ്മുടെ ഇവിടെ മലബാർ ഗോൾഡ് അതുപോലെയുള്ള പല പല ജ്വല്ലറികളും ഉണ്ട്. ഈ ജ്വല്ലറികളിൽ നിന്നൊക്കെ ഭീമ ഗോൾഡ്, മലബാർ ഗോൾഡ്, ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സ്വർണം വാങ്ങാം. ആ സ്വർണത്തിന് കിട്ടുന്ന മൂല്യം റോഡ് സൈഡിൽ വിൽക്കുന്ന അതേ പേരൊന്നുമില്ലാതെ വിൽക്കുന്ന സ്വർണവും സ്വർണമായിരിക്കാം. ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് റോഡ് സൈഡിൽ നിന്ന് പറയുന്നു, ഇത് സ്വർണ്ണമാണ്, നിങ്ങളിത് എടുത്തോളൂ, 1.5 പവനുണ്ട്, നിങ്ങളത് വാങ്ങുമോ? ഒരു കൃത്യമായ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ മൂല്യം ഈ റോഡ് സൈഡിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റിന് നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടാവുമോ? അത്തരത്തിൽ തന്നെ ഒരു വലിയ ഡിഫറൻസ് നമ്മുടെ ഇവിടെ ഫാമിംഗ് USDTയിലും സാധാരണ USDTയിലും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫാമിംഗ് USDT എന്നാൽ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഫാമിംഗ് ചെയ്യപ്പെട്ട് പ്രൊഡക്റ്റ് ആയി ലഭിക്കുന്ന USDTയാണ് ഫാമിംഗ് USDT എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്ന USDT അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോഗ്രാഫിയും ഈ ഒരു പ്രോജക്റ്റിൽ സിങ്ക് ആയതുകൊണ്ടാണല്ലോ അതൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നത് ഫാമിംഗ് USDT ആയിട്ട്. ഇതുകൂടാതെ അതിനൊരു കോഡുണ്ട്. ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾക്ക് അതിന്റെ എല്ലാത്തിന്റെയും ഡിനോമിനേഷൻസും അതുപോലെയുള്ള നമ്പേഴ്സും അതിന് ടോക്കൺ അഡ്രസ്സും എല്ലാം കൃത്യമായിട്ടുണ്ട്. അപ്പൊ ഇത് എവിടൊക്കെ പോയി എവിടൊക്കെ കൈമറിഞ്ഞു എന്ന് കൃത്യമായി അതിന്റെ ആ ഒരു കോഡ് നോക്കിയാൽ അറിയാൻ സാധിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ ഫാമിങ്ങിന് ഉപയോഗിച്ച ഒരു USDT വീണ്ടും റീഫാമിങ്ങിന് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി വരുമാനം തരുന്നതും മാറ്റിയെടുക്കുന്നതിനുമൊക്കെ എളുപ്പമായി സഹായിക്കുന്നുണ്ടാവും. ഇതിന് പകരം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള USDT നമ്മൾ വാങ്ങി ഫാമിങ്ങിന് ഉപയോഗപ്പെടുത്തിയാൽ സംഭവിക്കുന്ന കാര്യം, ഈ USDTയുടെ സോഴ്സ് എവിടെ നിന്നാണ്? ഇത് വല്ല ഫേക്ക് പ്രോജക്റ്റുകളിലോ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളിലൂടെ സമ്പാദിച്ചതോ വന്നതോ ആണെങ്കിൽ
അത്തരത്തിൽ വന്ന ഈ ഒരു USDT പ്രോജക്റ്റ് അവിടെ നിരോധിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഈ USDT ഉപയോഗിച്ച് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം എന്ത് ചെയ്യപ്പെടുന്നു? ഫ്രീസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് 100% സേഫായി ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ മെറ്റാ ആർമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ശരിയായ പഠനം നടത്തി കൃത്യമായ കാര്യങ്ങൾ ചെയ്തു തരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇത്തരത്തിൽ നമ്മൾ സീഡ് പാർട്ട്ണർഷിപ്പും ടോക്കൺ ഫാമിങ്ങും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റെഫറൽ നമ്പർ, ഇതിനകത്ത് നമുക്കൊരു റെഫറൽ നമ്പർ ഉണ്ടാവും. നമ്മൾ സീഡ് പാർട്ട്ണർഷിപ്പും ടോക്കൺ ഫാമിങ് ചെയ്താൽ ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് സ്വന്തമായി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിന്റെ റിട്ടേൺസ് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. കാരണം സിസ്റ്റം പറയുന്നത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്ന USDT ഫാമിങ്ങിന് ഉപയോഗിക്കുന്നത് അത് 200% നിങ്ങൾക്ക് റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കും വിത്തിൻ 1000 days. 1000 ദിവസമാണ് ഇതിന്റെ സമയപരിധി തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് 100 USDT ഫാമിങ്ങിന് ഉപയോഗിച്ചാൽ നമുക്ക് അർഹതയുള്ളത് 200 USDT കരസ്ഥമാക്കാൻ മാത്രമാണ്. ഇതൊരു ബുദ്ധിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 100 USDT ഇട്ടിട്ട് 1000 ദിവസം കാത്തിരുന്ന് 200 USDT സമ്പാദിക്കുന്നത് വലിയ ബുദ്ധിയൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ അതിൽ ഇവിടെ ഏറ്റവും ബുദ്ധിപരമായ ഒരു കാര്യം നോക്കൂ. ഈ 200 USDT സമ്പാദിക്കുന്നതിന് 1000 ദിവസം സമയം നമ്മുടെ സിസ്റ്റം പറഞ്ഞിരിക്കുന്നെങ്കിൽ ഈ സമയത്തെ നിയന്ത്രിക്കാനുള്ള അവകാശം ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഇതിന്റെ പാർട്ട്ണർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നോക്കൂ. നമുക്ക് അനുവദിക്കുന്നത് 100 USDT 200 USDT ആണ്. 100 USDT ഫാമിങ്ങിന് ഇട്ടു, 200 USDT സിസ്റ്റം തരാമെന്ന് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എന്റെ സുഹൃത്തിനെ ആരെയെങ്കിലും റെഫർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്റെ ഈ അക്കൗണ്ടിന്റെ റെഫറൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അപ്പോ സുനീഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് റെഫറൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു സുനീഷ് 1 എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ഈ അക്കൗണ്ടിൽ ഞാനൊരു 1 lakh rupeesന്റെ ഫാമിംഗ് നടത്താൻ തീരുമാനിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്കറിയാം 0.20% ആണ് നമുക്ക് ഇവിടെ ഡെയിലി റിവാർഡ് കിട്ടുന്നത്. അതായത് ഫാമിംഗ് റിവാർഡ് നമുക്ക് 0.20% പ്രതിദിനമാണ് ലഭിക്കുന്നത് അപ് ടു 1000 days. അപ്പൊ 1,00,000 രൂപയുടെ ഫാമിംഗ് നടത്തിയാൽ എനിക്ക് കിട്ടാവുന്നത് 0.20% എന്ന് പറഞ്ഞാൽ 200 രൂപ ഡെയിലി ആണ്. അങ്ങനെയെങ്കിൽ എനിക്കൊരു 30 ദിവസം ഇതേപോലെ കിട്ടുകയാണെങ്കിൽ എത്ര രൂപ കിട്ടുന്നുണ്ടാവും? 6000 രൂപ. കാരണം 200 × 30 6000 രൂപ എന്റെ അക്കൗണ്ടിൽ വരുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ കണക്ക് പ്രകാരം ഇതിന്റെ 85% എനിക്ക് എടുക്കാം. 15% നമ്മുടെ കോമ്പൗണ്ടിങ് ആയി കരുതൽ ധനമായി സിസ്റ്റം സൂക്ഷിച്ചു വെക്കുന്നു നമ്മുടെ വാലറ്റിൽ തന്നെ. സിസ്റ്റത്തിന്റെ അടുത്തല്ല, നമ്മുടെ വാലറ്റിൽ. ഇതും ശ്രദ്ധിക്കണം. അത്തരത്തിൽ സൂക്ഷിക്കപ്പെടുമ്പോ ഞാൻ ആദ്യം ഉണ്ടാക്കിയ അക്കൗണ്ട് എത്ര രൂപയുടെയാണ്? 100 USDT ഫാമിംഗ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ്. അവിടെ എനിക്ക് 0.20% എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 26 രൂപ മൂല്യമുള്ള ഇൻകം ആണ് എനിക്ക് അവിടെ ഡെയിലി വരുന്നത്. നോക്കണം, ഞാൻ ആകെ ചെയ്തത് 100 USDT ഫാമിംഗ് ആണ്. ആ 100 USDT ഫാമിംഗ് നടത്തിയാൽ എനിക്ക് അവിടെ ഇൻകം ആയി വരുന്നത് 0.2 USDT. അത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ 26 രൂപ മാത്രമാണ് ദിവസ വരുമാനം വരുന്നത്. നിങ്ങളിൽ പലരും ഇതുപോലൊരു 100 USDT ഫാമിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, 26 രൂപ വരുമാനക്കാരനാണ് നിങ്ങൾ. ഇവിടെ ഒരു മാസം നമുക്ക് 780 രൂപയാണ് അക്കൗണ്ടിൽ വരുന്നത്, 6 USDT മാത്രം. അതിനെ 85% നമുക്ക് എടുക്കാൻ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 6 USDTന്റെ 85% പറയുമ്പോൾ 5.1 USDT ഇന്ത്യൻ മണിയിൽ നോക്കിയാൽ 663 രൂപ എടുക്കാൻ അനുവദിക്കുന്ന തുക. പക്ഷെ നമ്മുടെ സിസ്റ്റത്തില് നമുക്ക് വിഡ്രോവൽ
എളുപ്പമാക്കുന്നത് ഒരു 100 USDT ഒക്കെ ഉണ്ടെങ്കിലാണ് വിത്ഡ്രോവൽ എളുപ്പമാക്കുന്നത്. നമുക്ക് 10 USDT ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ PVC മെറ്റ ആക്കി മൂല്യം വർദ്ധിക്കുന്ന കറൻസി ആക്കി മാറ്റാനുള്ള സംവിധാനം വാലറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോ സുനീഷ് എന്ത് ചെയ്തു, ഈ റെഫറൽ ഉപയോഗിച്ച് മറ്റൊരു അക്കൗണ്ട് കൂടി ഉണ്ടാക്കി അതിനകത്ത് 1 lakh rupeesന്റെ USDT ഫാമിങ്ങിന് വാങ്ങിയിട്ടു. അപ്പൊ എനിക്ക് 6000 രൂപ മാസ വരുമാനം ലഭിക്കുമ്പോൾ എന്റെ റെഫറൽ ID നമ്പർ ഞാൻ ആദ്യം ഉണ്ടാക്കിയ അക്കൗണ്ട് ആണ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് ലഭിക്കുന്ന 6000 രൂപയുടെ 20% എന്റെ ആദ്യം ഉണ്ടാക്കിയ വാലറ്റിൽ എന്ത് ചെയ്യും, റെഫറൽ കമ്മീഷനായി പോയി ചേരുന്നുണ്ടാവും. റെഫറൽ കമ്മീഷനായിട്ട് എത്ര രൂപ പോകുന്നുണ്ടാവും? എനിക്ക് ലഭിക്കുന്ന 6000 രൂപയാണെങ്കിൽ അതിന്റെ റെഫറൽ കമ്മീഷൻ 1200 രൂപ ഉണ്ടാവും. 20% ആണല്ലോ റെഫറൽ കമ്മീഷൻ. ആ 20% എന്റെ അക്കൗണ്ടിൽ പോയി ചേരുന്നുണ്ടാവും. അപ്പൊ നോക്കൂ, എന്റെ മാസ വരുമാനം എത്രയാണ്? 1200 പ്ലസ് എനിക്ക് സ്വന്തം 100 USDT ഇട്ടതിന്റെ 26 രൂപ. അപ്പൊ അതും ഒരു മാസത്തേക്ക് ഞാൻ കണക്കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 780 രൂപയാണെന്ന്. അപ്പോ ആ 780 രൂപ എന്നുള്ളത് എനിക്ക് കണക്കൂട്ടാൻ എളുപ്പത്തിന് ഒരു 800 രൂപ എന്ന് എടുക്കുന്നു. അപ്പൊ ഈ 1200 റെഫറൽ കമ്മീഷനും 800 രൂപ എനിക്ക് കിട്ടുന്നതും കൂട്ടിയാൽ എനിക്ക് ദിവസം അല്ലെങ്കിൽ മാസം കിട്ടുന്നത് എത്രയാ? 2000 രൂപയുണ്ടല്ലോ. എനിക്ക് സിസ്റ്റം പറഞ്ഞിട്ടുള്ളത് ഞാൻ വെറും 100 USDT ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് 200 USDT തരാമെന്നാണ്. അത് മെറ്റാ ആർമിയുടെ ട്രാൻസാക്ഷൻ വകുപ്പ് പ്രകാരം നോക്കിയാൽ ഒരു 26,000 രൂപയാണ് കാണുക. മറ്റുള്ള ഓർഗനൈസേഷൻ അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു 26,000 രൂപ എന്നതാണ് 200 USDT എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ 26,000 രൂപയ്ക്ക് മാത്രം അർഹതയുള്ള സുനീഷിന്